വിക്രം ആ പബ്ബിലുള്ള എല്ലാവരെയും നിരീക്ഷിച്ചിട്ട് ഭിത്തിയിൽ നോക്കിയപ്പോൾ അവിടെ ഒരു CCTV ക്യാമറ കാണും. അതിനുശേഷം കൗണ്ടറിൽ ഒരു ബാർട്ടൻഡർ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ രോഹിത് വിക്രമിന് ഒരു ഡ്രിങ്കുമായി അങ്ങോട്ട് വരുന്നു. സ്വപ്ന ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. വിക്രം ആ ഡ്രിങ്കുമായി കൗണ്ടറിലേക്ക് ചെന്ന് ആ ബാർട്ടൻഡറിനോട് ഒന്ന് സൈഡിലേക്ക് വാ, ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവൻ ആ കൗണ്ടറിന്റെ സൈഡിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വിക്രം അവനോട് ഞാൻ പോലീസാണ്, നിനക്കിവിടെ പ്രീതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഞാൻ വിക്രമിന് പുറകിലേക്ക് തള്ളിയിട്ടിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഓടിക്കളയുന്നു. അത് കണ്ട് രോഹിത് അവന്റെ പുറകെ ഓടുന്നു. പുറത്തു വന്നപ്പോഴേക്കും ആ ബാർട്ടൻഡർ അവന്റെ ബൈക്കിൽ സ്പീഡിൽ ഓടിച്ചു പോന്നു. അപ്പോഴേക്കും വിക്രം അവന്റെ ജീപ്പ് എടുത്തു വരുന്നു. എന്നിട്ട് രോഹിത്തിനെയും കയറ്റി ആ ബാർട്ടൻഡർ പുറകെ പോകുന്നു. അവൻ പറന്നുപോയാണ്. ബൈക്കിന് ലൈറ്റും നമ്പർ പ്ലേറ്റും ഒന്നുമില്ല. കുറെ നേരത്തെ ചേസിങ്ങിന് ശേഷം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ ബാർട്ടൻഡർ അവന്റെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടിക്കളയുന്നു. പുറകെ വിക്രമും രോഹിത്തും. അങ്ങനെ കുറേ വഴികളിലൂടെ ഓടി ഓടി അവനൊരു കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നു. അവിടെ അവന്റെ ഗ്യാങ് ഉണ്ടായിരുന്നു. അവർ വിക്രമിനെയും രോഹിത്തിനെയും ആക്രമിക്കുന്നു. പിന്നെ അവിടെ ഒരു കിടിലൻ ഫൈറ്റ്. അവരെല്ലാവരും ഇടിച്ചിട്ടിട്ട് അവസാനം വിക്രമും രോഹിത്തും ആ ബാർട്ടൻഡറിനെ പൊക്കിയെടുത്ത് ഒരു മേശയുടെ മുകളിലേക്ക് എറിഞ്ഞിട്ട് താഴെ വീണ് അവന്റെ കുത്തിന് പിടിച്ചിട്ട് വിക്രം എവിടെയാടാ പറയടാ എന്ന് ചോദിച്ചപ്പോൾ അവൻ പേടിച്ച് പോക്കറ്റിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പോക്കറ്റിൽ എന്താണ് എന്ന് ചോദിച്ച് വിക്രം അവന്റെ പോക്കറ്റിൽ തപ്പിയപ്പോൾ അതിൽ നിന്നും ഒരു മയക്കുമരുന്ന് പാക്കറ്റ് കിട്ടുന്നു. നിരാശനായ വിക്രം പ്രീതിയുടെ ഫോട്ടോ അവനെ കാണിച്ചിട്ട് ഇവളെവിടെയാടാ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറയുന്നു. കാണാതായ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് വിക്രമിന് കണ്ടെത്താൻ കഴിയും. ഈ ക്രൈം ത്രില്ലർ സിനിമയുടെ മുഴുവൻ കഥ നമ്മുടെ ചാനലിലുണ്ട്. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.